നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പത്മകുമാർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വലിയൊരു സഖാവാണ്. പത്മകുമാർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ്. അദ്ദേഹം നമുക്ക് എല്ലാം അറിയാം. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിനെതിരായി കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, പുറത്താക്കിയിരിക്കുന്നു. പക്ഷേ പാർട്ടി പറയാനുള്ളത് ഇത് കുറച്ച് നേരത്തെ തന്നെ വേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പത്മകുമാർ എന്ന് പറയുന്ന ഒരാളെ ചുമന്നുകൊണ്ടു പോകേണ്ട ആവശ്യം എന്തായിരുന്നു? പത്മകുമാറിനെതിരായി തെളിവുകൾ അവിടെ SITക്ക് ലഭിച്ച സാഹചര്യത്തിൽ പിന്നീട് പത്മകുമാറിന്റെ തോളിൽ കൈയിട്ട് പാർട്ടി നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന പാർട്ടി അണികളുടെയും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഉള്ളിലുള്ളത്. പക്ഷേ ആ നടപടി ഏറെ വൈകിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ ഇവരെയൊക്കെ സംരക്ഷിച്ച് പിടിച്ചതിൻ്റെ പരിണിത ഫലം പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നതാകാം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പ് മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ കരുതേണ്ടി വരാം. ഇവിടെ നമ്മൾ പരിശോധിക്കൂ, എന്താണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ വാദം. അദ്ദേഹം പറയുന്നത് ഇവിടെ യുവതീ പ്രവേശന സമയം 2018 വിധി ഉണ്ടാകുന്നു. ആ വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇവിടെ ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്നൊരു വിധി ഉണ്ടായി. എന്നാൽ അങ്ങനെ ഒരു വിധി 2018 കേരളത്തിൽ ഉണ്ടായപ്പോൾ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ സർക്കാർ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിർബന്ധിതമായി യുവതികളെ പ്രവേശിപ്പിക്കാം എന്നല്ല, ശബരിമല ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന യുവതികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാം എന്നതായിരുന്നു അത്. അല്ലാതെ വീടുകളിൽ ചെന്ന് ലോക്കൽ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഓരോ വീടുകളിൽ ചെന്ന് ശബരിമലയിൽ പോകാൻ താല്പര്യമുള്ള യുവതികളെ കണ്ടെത്തി അവരെ മാലയിടിച്ച് ഇരുമുടി കെട്ടും കൊടുത്ത് അവരെ നേരെ അവിടേക്ക് പറഞ്ഞു വിടുകയല്ല അന്ന് പാർട്ടി ചെയ്യാനിരുന്നത്, അല്ലെങ്കിൽ സർക്കാർ ചെയ്തത്. ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായി വരുന്ന യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നു. കാര്യം വിധി സുപ്രീം കോടതിയുടേതാണ്. സുപ്രീം കോടതി വിധിച്ച സാഹചര്യത്തിൽ അവർക്ക് വേണോ കോർട്ടലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മേലെ വന്ന് വീഴാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് അതിനൊപ്പം നിന്നേ പറ്റൂ. അപ്പോഴാണ് ഇതിനെ രാഷ്ട്രീയമായ ചില ഇതായി കാണുന്നു, രാഷ്ട്രീയമായ പകപോക്കലായി ചിലർ കാണുകയും അങ്ങനെ NSS എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടന ശക്തമായി രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. സർക്കാരിനെതിരായി പന്തളം രാജകൊട്ടാരം ഇതിന് ആചാര ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം ഇവിടെ നടത്തിയ സമയത്താണ് ഈ NSS ഈ സമരം ഏറ്റെടുക്കുകയും നാമജപ പ്രതിഷേധ യാത്രകൾ കേരളത്തിലെമ്പാടും ആരംഭിക്കുകയും ചെയ്തത്. അതിനെ BJP മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഗോൾഡൻ ചാൻസ്, PS ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഇതിനൊരു ഗോൾഡൻ ചാൻസ് ആക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ ഈ സമരത്തെ BJP ഏറ്റെടുക്കുകയും ഇതൊരു കലാപകലുഷിതമായ ഒരു സമരമായി മാറുകയും ചെയ്യുന്നു. അതാണ് കേരളം 2018 നമ്മൾ കണ്ടത്. എന്നാൽ എന്താണ് പത്മകുമാർ പറയുന്നത്? പത്മകുമാർ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2018-19 കാലയളവിൽ 19 ഇവിടെ രഹന ഫാത്തിമ അടക്കമുള്ള അല്ലെങ്കിൽ ബിന്ദു അമ്മിണി അടക്കമുള്ള കുറേയധികം ആൾക്കാർ കയറുമ്പോൾ, അതായത് ബിന്ദു അമ്മിണിയും കനകദുർഗയും 2019 ജാനുവരി മാസത്തിൽ ഇവിടെ 2019 ജനുവരി 2 അവർ ശബരിമലയിലേക്ക് കയറാൻ ഇരുമുടിക്കെട്ടുമായി വരുന്ന സാഹചര്യത്തിൽ അവിടെ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കേണ്ട പത്മകുമാറിനെയും ശ്രീജിത്ത് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. അതായത് IG ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ പത്മകുമാർ, ഇവരെ രണ്ടുപേരെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ വിളിപ്പിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ രണ്ടുപേരെയും നമുക്കറിയാം, IG ശ്രീജിത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം ഏത് തരത്തിലാണ് ഇതിനെ ഓരോന്നിനെയും സാമുദായികമായി പോലും അദ്ദേഹം പലതിനെയും കണ്ടിരുന്നു. അതായത് വരേണ്യവർഗം എന്നൊക്കെ പറയുന്ന ഒരു തലമുണ്ടല്ലോ, ആ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ള വിവാദപരമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും നമുക്ക് അവൈലബിളായി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഇതുള്ളതാണ് IG ശ്രീജിത്ത്. അപ്പോൾ IG ശ്രീജിത്തിനെ സംബന്ധിച്ചിടത്തോളം IG ശ്രീജിത്ത് ഈ പറയുന്ന നമ്മുടെ ശബരിമലയിലേക്കുള്ള യുവതികളെ പ്രവേശിപ്പിക്കാൻ നിൽക്കില്ല എന്നുള്ള വിശ്വാസവും, പത്മകുമാർ ഇത് ഈ പറയുന്ന ആചാര സംരക്ഷണത്തിനായി കൊടിപിടിച്ച് നിൽക്കും എന്നുള്ള ധാരണയുള്ളത് കൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ശബരിമലയിൽ നിന്നല്ലേ സന്നിധാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവർക്കിഷ്ടപ്പെട്ടവരെ നിയമിച്ചുകൊണ്ട് ഈ പറയുന്ന കനകദുർഗയെയും അതോടൊപ്പം ബിന്ദു അമ്മിണിയെയും ശബരിമലയിൽ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിച്ച സർക്കാരായിരുന്നു 2018 കേരളം ഭരിച്ചത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായൊരു ശ്രമമാണ് പത്മകുമാർ നടത്തുന്നത്. കാരണമുണ്ട്. 2018 ഒക്ടോബർ മാസത്തിൽ, അതായത് രഹന ഫാത്തിമ ശബരിമലയിൽ സന്ദർശിക്കുന്നു.
ശബരിമലയിൽ സന്ദർശിക്കുന്ന വേളയിൽ IG ശ്രീജിത്ത് ഒപ്പമുണ്ടായിരുന്നു. അതായത് അവിടേക്ക് കയറി വന്ന രഹന ഫാത്തിമയെ മറ്റൊന്നും നോക്കാതെ ധൈര്യമായി രണ്ട് കൈയും പിടിച്ചുകൊണ്ട് രഹന ഫാത്തിമയ്ക്ക് വേണ്ട സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് IG ശ്രീജിത്ത് ഒപ്പമുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് IG ശ്രീജിത്ത് എതിരല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പത്മകുമാറിൻ്റെ വാദം എന്താണ്? പത്മകുമാർ എന്തിനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്? ഇത്ര കാലമേ മിണ്ടാതിരുന്നിട്ട്, അതായത് ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസ് ആരംഭിച്ചിട്ട് കുറേ മാസങ്ങളായി. ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണിട്ടേയില്ല. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി കയറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബോധപൂർവമായ ശ്രമം നടത്തി എന്ന് പറയുന്ന ഒരു വാചകം ഇന്നുവരെയായി പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ പത്മകുമാറിൻ്റെ വായിൽ നിന്ന് വീഴുന്നത്? അപ്പോൾ അയാൾ ചെയ്ത, അതായത് പത്മകുമാർ ചെയ്ത തെറ്റിനെ പാർട്ടി ചൂണ്ടിക്കാണിക്കുകയും അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആ നടപടി സ്വീകരിച്ചതിൽ നിന്നും പത്മകുമാർ ഇപ്പോൾ എഴുതാൻ പോവുകയാണ്, ആത്മകഥ എഴുതുന്നു. എഴുതിക്കോട്ടെന്നേ. പക്ഷേ പത്മകുമാർ ആത്മകഥ എഴുതുമ്പോൾ തെളിവായി അവശേഷിക്കും. ഇതിങ്ങനെ പാർട്ടി തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു തലം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പത്മകുമാർ ചെയ്യുന്നത് എന്താ? പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് താനായിരുന്നു ശരി എന്ന് വരുത്തി തീർക്കുക, താൻ പാർട്ടിക്ക് വേണ്ടി ബലിയാടാവുകയായിരുന്നു എന്ന തരത്തിലേക്ക് അതിനെ ദുർവ്യാഖ്യാനിക്കപ്പെടുക. കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും ADGP ആയിട്ടിരിക്കുന്ന ശ്രീജിത്ത് ഇതുവരെയായി ഇത്തരം കാര്യങ്ങൾ അല്ലെ പത്മകുമാറിൻ്റെ വാക്കുകൾക്ക് എവിടെയെങ്കിലും പ്രതികരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവരെടുത്തും, അതായത് ഒരു മാധ്യമത്തിനോടാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അതായത് പത്മകുമാർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന ഒരു ഇത് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. ഏതോ ഉന്നതൻ വിളിപ്പിച്ചു, PK ശശിക്കിട്ടുള്ള കൊട്ടാണത്. ഏതോ ഉന്നതനാണ് അവിടേക്ക് വിളിപ്പിച്ചത് എന്ന് പറയുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കിട്ടാവാം, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിട്ടാവാം, ആർക്കിട്ടുമാകാം. അതോടൊപ്പം തന്നെ സർക്കാർ കൈകടത്തുന്നുണ്ട്. എവിടെ? മേൽശാന്തി നിയമനത്തിൽ കുറച്ച് പേരുടെ അപേക്ഷകളിൽ നിന്ന് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പൊതുരീതിയാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം ഈ രീതിയിൽ മേൽശാന്തി തിരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാർ കാര്യമായി ഇടപെട്ടിരുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇവിടെ മുറുകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നടത്തിയ സമരപരിപാടികൾ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാമായിരുന്നില്ലേ? പക്ഷേ സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ പാർട്ടി തന്നെ കൈവിടുന്നു എന്ന് പറയുന്ന ഒരു അവസരമുണ്ടായ സാഹചര്യത്തിലാണ്, അതായത് ആ തെറ്റ് പത്മകുമാർ ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ്. ശബരിമലയിലെ സ്വർണം അല്ലെങ്കിൽ സ്വർണം പൂശിയ ചെമ്പുവാളികളോ സ്വർണമോ എന്താണെങ്കിലും അദ്ദേഹം ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ തന്നെയും അദ്ദേഹം അങ്ങനെ ആക്കി തീർത്തു. അങ്ങനെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച അദ്ദേഹത്തിനെതിരായി നടപടി ഉണ്ടാകുന്നു. ആ നടപടിയെ ഇപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നിട്ട് പറഞ്ഞു പിന്നെ മാംസം ഭക്ഷിക്കാത്തവരാണ് എന്ന് പറയുന്നു. ഇറച്ചിദീനി ശവന്തീനികളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ അത് തന്ത്രിക്കിട്ട് വെച്ചതാണ് എന്ന് മനസ്സിലായി. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കഴിയുന്നതും സമ്മർദ്ദത്തിലാക്കാനുള്ള പരിശ്രമമാണ് പത്മകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നതിനപ്പുറത്തേക്ക് വസ്തുതയുടെ ഒരു കണിക പോലും ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ വളരെ വളരെ കുറവാണ്. കാരണം നമ്മൾ കാലം പരിശോധിക്കുമ്പോൾ ആദ്യം ഇവിടെ നമുക്കറിയാവുന്ന പോലെ ആദ്യം ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന രഹന ഫാത്തിമ 2018 ഒക്ടോബറിൽ ആണ് എന്നും ആ സമയത്ത് ഈ IG ശ്രീജിത്ത് അവരെ പൂർണ്ണ സുരക്ഷിതത്വത്തോടു കൂടി അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യുന്നു, അല്ല അതിനെ പങ്കുവഹിച്ചു എന്നുള്ളതല്ല. അദ്ദേഹം അതിനോടൊപ്പം പോയി. പക്ഷേ അവർ സന്നിധാനത്തെത്തിയില്ല, നടപ്പന്തൽ വരെ എത്താൻ മാത്രമേ അവർ കഴിഞ്ഞുള്ളൂ. പക്ഷേ അവിടെ വരെ വേണ്ട ഒരു സുരക്ഷ ഒരുക്കി കൊടുക്കുന്നതിൽ IG ശ്രീജിത്ത് പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയലേശമേനി. കാര്യം അദ്ദേഹമൊക്കെ ഒരു ഭരണഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിക്കേണ്ടതുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ. പക്ഷേ അവിടെ നിന്ന് മാറ്റിയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ IG ശ്രീജിത്ത് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എന്തുകൊണ്ട് ഈ പറയുന്ന ബിന്ദുവാമണിക്കും കനകദുർഗയ്ക്കും എന്തുകൊണ്ട് ശബരിമല പ്രവേശിക്കാൻ കഴിയില്ല? അദ്ദേഹം അതിനെ തടയുമോ? ഇല്ല, അദ്ദേഹത്തിന് തടയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം തടയുവാണെങ്കിൽ അവർക്ക് നേരെ കോടതിയെ സമീപിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നൽകിയിരുന്നില്ല, ഞങ്ങൾക്ക് സംരക്ഷിച്ച് തരുന്നതിൽ അവിടുത്തെ പോലീസ് വീഴ്ച വരുത്തി, IG ശ്രീജിത്ത് വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയിൽ മറുപടി വരേണ്ട ഒരു സമയമൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ലീഗലായി അല്ലെങ്കിൽ നിയമപരമായി അതിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ അതിനിടയ്ക്കാണ് പത്മകുമാർ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വാദഗതികളൊന്നും നീതിക്ക് നിരക്കാത്തതാണ് എന്നൊരു പക്ഷേ നാളെ കാലം തെളിയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കാത്തതിൻ്റെ പേരിലുള്ള വൈരാഗ്യം ഈ രീതിയിൽ തീർക്കുന്നെങ്കിൽ അങ്ങ് തീർത്തുകൊള്ളട്ടെ എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.